നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജപ്പാനോട് തോറ്റതിൻ്റെ നിരാശ ബ്രസീലിയൻ ആരാധകർക്കുണ്ട്. അതിൽ നിന്നൊരു തിരിച്ചുവരവ്, സെനഗലിനെ തോൽപ്പിക്കണം. സെനഗൽ ചില്ലറക്കാരല്ല, അടുത്ത വേൾഡ് കപ്പിന് യോഗ്യതയുള്ള ടീമാണ്. കഴിഞ്ഞ 31 കളികൾ തോൽക്കാതെ വരുന്ന ടീമാണ്. എന്താകും ബ്രസീലിൻ്റെ കാര്യം എന്നൊരല്പം ആശങ്ക ആരാധകർക്കുണ്ടായിരുന്നെങ്കിൽ അതങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട് കാർലോ ആഞ്ചലോട്ടിയും സംഘവും. മികച്ച വിജയമാണ് ലണ്ടനിൽ നേടിയിരിക്കുന്ന ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം. കളിയിൽ എസ്റ്റവായോയുടെ കിടിലനൊരു ഗോള്, ഒപ്പം കാസമിറോയുടെ ഗോളും, ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ വിജയം. മനം നിറഞ്ഞോ ആരാധകരുടെ എന്ന് ചോദിച്ചാൽ ഗംഭീര പ്രകടനം എന്ന് തന്നെയായിരിക്കും പറയുക. കാരണം എതിരാളികൾ അത്ര ചില്ലറക്കാരല്ല. അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സാദിയോ മാനെ ഉണ്ടായിരുന്നു, ഇസ്മായിലെ സാറുണ്ടായിരുന്നു, ഇദ്രീസെ ഗുയേ ഉണ്ടായിരുന്നു, അവരുടെ ഡിഫൻസിൽ ഖാലിദു കൂലിബലി ഉണ്ടായിരുന്നു. അങ്ങനെ മികച്ച ടീമും കൊണ്ടാണ് സെനഗൽ ഇറങ്ങിയത്. മറുഭാഗത്തോ ബ്രസീലിൽ കാർലോ ആഞ്ചലോട്ടി കഴിഞ്ഞ പരിശീലന സെഷനുകളിലൊക്കെ തന്ന സൂചന അനുസരിച്ച് തന്നെയാണ് ഇറങ്ങിയത്. എതർ മിലിറ്റാവോയെ അദ്ദേഹം റൈറ്റ് വിങ് ബാക്കാക്കി മാറ്റി. ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ, ഡിഫൻസിൽ മാർക്കിഞ്ഞോസും ഗബ്രിയേലും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ, ഇരുപാർശ്വങ്ങളിലായിട്ട് എതർ മിലിറ്റാവോയും അലക്സാൻഡ്രോയും, മധ്യനിരയിൽ കാസമിറോയും ബ്രൂണോ ഗുയിമേറസും, പിന്നെ ബാക്കി 4 പേര് മുന്നേറ്റങ്ങൾക്ക് മാത്യോസ് കുഞ്ഞ, വിനി ജൂനിയർ, എസ്റ്റവായോ, റോഡ്രിഗോ എന്നിവർ ഇരുപാർശ്വങ്ങളിൽ. ഈ രൂപത്തിലാണ് ബ്രസീൽ ടീമിനെ ഇറക്കിയത്. അപ്പം കളിയിൽ മികച്ച രൂപത്തിൽ തന്നെയാണ് ബ്രസീൽ തുടങ്ങിയത്. അതിൻ്റെ ഫലമായിട്ട് കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഗോളിലേക്ക് കാര്യങ്ങൾ വഴി തുറക്കുകയും ചെയ്തു. പക്ഷേ ഒരു ചെറിയ ആശങ്ക ബ്രസീലിയൻ ആരാധകർക്കുള്ളത് മാത്യൂസ് കുഞ്ഞയുടെ കാര്യത്തിലാണ്. കുഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ അല്ല. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കുഞ്ഞയും ജാവോ പെഡ്രോയും ഒന്നും അങ്ങനെ കണക്കാക്കാവുന്ന കളിക്കാരല്ല. ഒരു ഹൈബ്രിഡ് പ്ലേയേഴ്സ് എന്ന് പറയാവുന്നവരാണ്. അതായത് മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെന്ന് വെച്ചാൽ അല്ല, മികച്ച സ്ട്രൈക്കർ ആണെന്ന് വെച്ചാൽ അല്ല, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ കൂടി ഒരു മിക്സാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു താരത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേൾഡ് കപ്പിന് പോയാൽ പണി കിട്ടില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അത് ഒരിക്കൽ കൂടി കണ്ട ഒരു കളിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സീറോ കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. കുറച്ചുകൂടി വിക്ടർ റോക്കിന് അവസരം കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന ചോദ്യമുണ്ട്. അതിന് ആഞ്ചലോട്ടി കളിക്ക് ശേഷം മറുപടിയും പറഞ്ഞിട്ട് ആഞ്ചലോട്ടി പറഞ്ഞത് അടുത്ത കളിയിൽ, ടുണീഷ്യക്കെതിരെയുള്ള കളിയിൽ വിക്ടർ റോക്കിന് അവസരം ലഭിക്കുമെന്നാണ്. ഏതായാലും നമ്മൾ കാത്തിരുന്ന് കാണാം. ഏതായാലും കളി പുരോഗമിക്കവേ എസ്റ്റവായോ വില്യൻ്റെ ഗോൾ പിറക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു ഗോളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു പെനാൽറ്റി ബോക്സിലേക്ക് ബോൾ എത്തുന്നു. സുന്ദരമായിട്ട് ഡിഫൻഡർമാർ അവിടെയുണ്ട്, എന്നിട്ടും അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നു. എസ്റ്റവായോ ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണെന്ന് പറയുന്നതും ശരി. കാരണം ക്ലബ് ഫുട്ബോളിലാണെങ്കിലും ബ്രസീലിയൻ ദേശീയ ടീമിനാണെങ്കിലും ഒക്കെ കിട്ടുന്ന അവസരങ്ങൾ അവൻ മുതലെടുക്കുന്നുമുണ്ട്, ഗോളടിച്ച് മുന്നോട്ട് പോകുന്നുമുണ്ട്. അങ്ങനെ അവൻ്റെ ഗോളിൽ ബ്രസീൽ 28ാമത്തെ മിനിറ്റിൽ മുന്നോട്ടേക്ക് കടക്കുന്നു. അപ്പോൾ ആ ലീഡ് പിന്നെ കൈപ്പിടിയിൽ ഒതുക്കണം, ഒന്നുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. അതാണ് 35ാമത്തെ മിനിറ്റിൽ കണ്ടത്. റോഡ്രിഗോയുടെ കിടിലൻ ആയിട്ടുള്ള ഒരു ഫ്രീ കിക്കായിരുന്നു. അത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തതാണ്. റോഡ്രിഗോ കൊടുക്കുന്ന ഫ്രീ കിക്ക്, അതിനെ കൃത്യമായിട്ട് കാസമിറോ ഓടിക്കയറുന്നുണ്ട്. ഓഫ് സൈഡ് ഒന്നും വീഴാതെ മനോഹരമായിട്ട് അദ്ദേഹം ഓടിക്കയറി അത് സുന്ദരമായിട്ട് ഫിനിഷ് ചെയ്തു. അതൊരു ടീം വർക്കിൻ്റെ ഗോളാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ 35ാമത്തെ മിനിറ്റിൽ അവർ 2-0 മുന്നിൽ. ഇടവേള സമയത്തിൽ അതേ ഒരു സ്കോർ ലൈനുമായിട്ടാണ് അവർ കടന്നു പോയത്. അപ്പോൾ ഇടവേള കഴിയുമ്പോൾ നമ്മുടെ ഒരു ആരാധകരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായിരുന്ന കളിയെന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയേണ്ടി വരും. ഇൻറ്റൻസിറ്റി, ആ ഒരു പ്രഷർ, അതൊക്കെ വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ളതായിരുന്നു. കാരണം അതൊരു ഫ്രണ്ട്ലിയാണ്, എന്നിട്ടും ഈ ഒരു ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്നു, അത് അത്തരത്തിൽ പ്രഷർ ഇടുന്നു. മികച്ച രൂപത്തിലുള്ളൊരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയേണ്ടി വരും. ദെൻ ബോൾ വളരെ മികച്ച രൂപത്തിൽ സൈക്കിൾ ചെയ്യുന്നു. ആവശ്യമുള്ള സമയത്ത് കളി സ്ലോ ഡൗൺ ചെയ്യുന്നു. കൗണ്ടർ അറ്റാക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യുന്നു. ബ്രസീൽ ഇങ്ങനെ കളിക്കുന്നത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇടക്കാലത്ത് ഇവിടെയോ ഈ കാര്യങ്ങളൊക്കെ ബ്രസീലിന് മിസ്സായി പോയിരുന്നു. ദെൻ റോഡ്രിഗോ ഒന്നുകൂടി മെച്ചപ്പെടേണ്ടതുണ്ടെന്ന തോന്നലുണ്ടാക്കി. കാരണം അദ്ദേഹം ആ ഒരു അസിസ്റ്റൊക്കെ കൊടുത്തെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആവണമെന്ന് തോന്നലുണ്ടാക്കി. പിന്നെ കുഞ്ഞയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ അദ്ദേഹം ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ അല്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. അത് ആഞ്ചലോട്ടി പരിഹാരം കാണും വരും മത്സരത്തിൽ നിന്ന് കരുതാം. കാസമിറോ ബ്രസീലിയൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ബ്രില്യൻ്റ് ആണ്. അതിപ്പോൾ ആഞ്ചലോട്ടിയുടെ കീഴിൽ കൂടിയാകുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഒന്നുകൂടി മികച്ച രൂപത്തിൽ ചെയ്യാനും പറ്റുന്നു.
കോച്ചുമായിട്ട് അത്രയും ഒരു ബന്ധവുമുണ്ട്. അത് കളിക്കളത്തിൽ ചെയ്യുന്നു. പിന്നെ എദർ മിലിറ്റാവോയെ ലെഫ്റ്റ് ബാക്കിൽ ഇറക്കുമ്പോൾ എന്താവും എന്നുള്ളത് എല്ലാവരും ഉറ്റു നോക്കിയതാണ്. വളരെ മികച്ച പെർഫോമൻസ് ആണ്. മിലിറ്റാവോ എസ്റ്റവായോ കണക്ഷൻ നല്ല രൂപത്തിൽ ക്ലിക്കാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ മിലിറ്റാവോ എസ്റ്റവായോ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോച്ച് കളിക്ക് ശേഷം പറഞ്ഞു, നല്ല ഷേപ്പിലാണ് ഇപ്പോൾ എദർ മിലിറ്റാവോ ഉള്ളത്. ഇങ്ങനെ അതുപോലെ മികച്ച മെൻറ്റാലിറ്റിയും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഡിഫൻസിൻ്റെ ഏത് പൊസിഷനിലും അവനെ കൊണ്ട് കളിക്കാൻ പറ്റുമെന്നുള്ളത്. സോ എന്തായാലും മികച്ച രൂപത്തിലുള്ളൊരു പെർഫോമൻസ് ആണ് എദർ മിലിറ്റാവോയിൽ നിന്ന് വന്നത്. അപ്പോൾ ആദ്യ പകുതി കഴിയുമ്പോൾ ശരിക്കും ഹാപ്പി ആയിരുന്നു ബ്രസീലിന് ആരാധകർ എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാം പകുതിയിലേക്ക് കളി മാറുമ്പോൾ വീണ്ടും നമുക്കറിയാം ഇത് ഫ്രണ്ട്ലി മത്സരമാണ്, മാറ്റങ്ങൾ വരുത്തും. കോച്ച് അതുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ടീമിനെ ഇറക്കുന്നതും മറ്റുമൊക്കെ. സോ അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയത്. അതേ രൂപത്തിൽ മുന്നോട്ടേക്ക് പോയെങ്കിലും പിന്നീട് ഗോളുകൾ വന്നില്ല. ഇപ്പം വെസ്ലി വന്നു, ഗബ്രിയലിന് പരിക്ക് പറ്റി. അത് ഒരു ആശങ്ക ആഴ്സണൽ ആരാധകർക്കുണ്ട്. 64-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് ഗ്രോയിൻ ഏരിയയിലാണ് ഇഞ്ചുറി എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്താവും അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ളത് അറിയണം. എത്ര എക്സ്റ്റെൻഡ് അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അധികം പ്രോബ്ലംസ് ഇല്ലാതിരിക്കട്ടെ. കാരണം ആഴ്സണലിന് വേണ്ടി പ്രധാനപ്പെട്ട ടൈറ്റിൽ റേസിൽ ഉള്ള ഒരാളാണ്. പിന്നെ 65-ാമത്തെ മിനിറ്റിൽ കുഞ്ഞയ്ക്ക് പകരം ജാവോ പെഡ്രോയെ ഇറക്കി. സോ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞയും ജാവോ പെഡ്രോയും ഒക്കെ ഓൾമോസ്റ്റ് ഒരേ തരത്തിലുള്ള കളിക്കാരാണ്. ആ ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് എവിടെയോ മിസ് ചെയ്യുന്ന ഫീൽ ഉണ്ട്. ദെൻ 83-ാമത്തെ മിനിറ്റിലാണ് എസ്റ്റവായോക്ക് പകരം ലൂയിസ് എൻറിക്കെ വരുന്നത്. റോഡ്രിഗോക്ക് പകരം ലൂക്കാസ് പക്കേറ്റയും വന്നു. പിന്നെ അവസാന ഘട്ടത്തിൽ ഫബ്രിസിയോ ബ്രൂണോയും അതുപോലെ തന്നെ കായോ ഹെൻറിക്കെയും കോച്ച് കളിക്കളത്തിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. വിനി ജൂനിയറിനെ പിൻവലിച്ചുകൊണ്ടാണ് കായോ ഹെൻറിക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, വിക്ടർ റോക്കിന് കുറഞ്ഞ മിനിറ്റുകളെങ്കിലും കളിപ്പിക്കാമായിരുന്നു എന്നൊരു തോന്നൽ ആരാധകർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അത് എന്തായാലും വരും മത്സരത്തിൽ പരിഹരിക്കപ്പെടും എന്ന് തന്നെ കരുതാം. സോ ഓവറോൾ ഈ ഒരു പെർഫോമൻസ് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് സെനഗലിനെ പോലെ 10-31 മത്സരങ്ങൾ പരാജയപ്പെടാതെ വന്നൊരു ടീമിനെതിരെ വിജയിച്ച് കയറുമ്പോൾ ഓവറോൾ ഒരു ഗ്രേറ്റ് പെർഫോമൻസ് തന്നെയാണ് ബ്രസീൽ നടത്തിയതെന്ന് പറയണം. ഏതായാലും ആഞ്ചലോട്ടി വന്നതിന് ശേഷമുള്ള ബ്രസീലിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം അങ്ങനെയാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ പറയുന്നത് ആഞ്ചലോട്ടി ആ ഒരു മോൺസ്റ്റർ ഉണർത്തി കഴിഞ്ഞു. അതായത് ബ്രസീൽ എന്ന് പറയുന്ന ഉറങ്ങുന്ന ഭീമനെ ആഞ്ചലോട്ടി ഉണർത്തിക്കഴിഞ്ഞു. അതിൻ്റെ സൈനാണ് ഈ കളിയിൽ കണ്ടത് എന്നാണ്. അപ്പോൾ ഏതായാലും മികച്ചൊരു ടീമിനെതിരെ മികച്ച പ്രകടനമാണ് ബ്രസീൽ നടത്തിയത്. ബ്രസീലിയൻ താരങ്ങളുടെ പ്രകടനത്തിൻ്റെ ഒരു റേറ്റിംഗ് കൂടി നമുക്ക് നോക്കാം. എഡേഴ്സൻ്റെ റേറ്റിംഗ് 6.8 ആണ്. എദർ മിലിറ്റാവോ മികച്ച പ്രകടനം 7.5 ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. മാർക്കിന്യോസ് 7. ഗബ്രിയലിന് പരിക്ക് പറ്റി പുറത്തുപോയി, പക്ഷേ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 6.9 ആണ്. അലക്സാൻഡ്രോ 7 ആണ്. ഇനി മധുരയിലേക്ക് വരുമ്പോൾ കാസമിറോ ഒരിക്കൽ കൂടി മികച്ച പ്രകടനം, ഗോൾ അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നു. കാസമിറോയുടെ റേറ്റിംഗ് 7.8. ബ്രൂണോ ഗുയിമറസിൻ്റെ റേറ്റിംഗ് 6.9. മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ എസ്റ്റവായോയുടെ വക നമ്മളൊരു ഗോള് കണ്ടു. 3 കീ പാസുകൾ അവൻ കൊടുത്തു. 6 ക്രോസുകൾ കൊടുത്തിൽ 2 എണ്ണം ആക്യുറേറ്റ് ആയിരുന്നു. 83% പാസിംഗ് ആക്യുറസി. അങ്ങനെ മികച്ചൊരു പ്രകടനം തന്നെയാണ് 18-കാരിൽ നിന്ന് വന്നത്. റേറ്റിംഗ് 7.7. റോഡ്രിഗോ ഒരു അസിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. 83 മിനിറ്റാണ് അദ്ദേഹം കളിച്ചത്. ഒരു അസിസ്റ്റ്, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത്, ഒരു കീ പാസ്, 2 ക്രോസുകൾ ഉണ്ടായിരുന്നു. 86% പാസിംഗ് ആക്യുറസി. സോ റോഡ്രിഗോയുടെ റേറ്റിംഗും 7.7. മാത്യസ് കുഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ മറ്റ് ആസ്പെക്റ്റുകളൊക്കെ മികച്ചതായിരുന്നു. പക്ഷേ ഗോളിലേക്ക് അദ്ദേഹത്തിന് ഓൺ ടാർഗറ്റിലേക്ക് ഷോട്ട് ഉതിർക്കാൻ പറ്റിയില്ല. 4 ഷോട്ടുകൾ ഉതിർത്തു, 2 വുഡ് വർക്ക് ഉണ്ടായിരുന്നു. ദെൻ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. പിന്നെ അദ്ദേഹം ഒരു തവണ ഓഫ് സൈഡായി. 7.4 അദ്ദേഹത്തിൻ്റെ ഒരു റേറ്റിംഗ്. വിനി ജൂനിയറെ സംബന്ധിച്ചിടത്തോളം 2 ഷോട്ട് ഉതിർത്തു, 2 ഓൺ ടാർഗറ്റ് ഷോട്ടായിരുന്നു. പ്രത്യേകിച്ച് ഗോളിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ല. റേറ്റിംഗ് 7.3. ഇതാണ് ബ്രസീലിയൻ താരങ്ങൾ സ്റ്റാർട്ട് ചെയ്തവരുടെ റേറ്റിംഗ്. പിന്നെ വെസ്ലി കളിയുടെ 64-ാമത്തെ മിനിറ്റിൽ വന്നു, റേറ്റിംഗ് 6.8. ജാവോ പെഡ്രോ 65-ാമത്തെ മിനിറ്റിൽ വന്നു, റേറ്റിംഗ് 6.7. ലൂയിസ് എൻറിക്കെ 83-ാമത്തെ മിനിറ്റിൽ വന്നു, റേറ്റിംഗ് 6.5. അതുപോലെ തന്നെ ലൂക്കാസ് പക്കേറ്റ് 83-ാമത്തെ മിനിറ്റിൽ വന്നു, റേറ്റിംഗ് 6.5. പിന്നെ ഫബ്രിസിയോ ബ്രൂണോയും കായോ ഹെൻറിക്കയും വന്നെങ്കിലും അത് അവസാന ഘട്ടത്തിലായതുകൊണ്ട് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നില്ല. സോ ഓവറോൾ മികച്ച പെർഫോമൻസ് തന്നെയാണ് ആഞ്ചലോട്ടിയുടെ കുട്ടികൾ നടത്തിയിരിക്കുന്നത്. ബ്രസീലിൻ്റെ ആരാധകർ ഹാപ്പിയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൽ എത്താം.